വടക്കാഞ്ചേരിയിലെ പൗരാണികമായ ശ്രീ കേരളവർമ്മ വായനശാലയുടെ പുരാതന കെട്ടിടം സംരക്ഷിക്കണം. പ്രതിഷേധ സമരവുമായി വടക്കാഞ്ചേരിയിലെ പൊതുപ്രവർത്തകരുടെ കൂട്ടായ്മ രംഗത്തെത്തി. വടക്കാഞ്ചേരി പാലസ് റോഡിൽ രാജഭരണകാലത്ത് വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകിയ കെട്ടിടമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നാശോന്മുഖമായിരിക്കുന്നത്. പൗരാണിക കെട്ടിടത്തിൽ നിന്നും ഗ്രന്ഥശാല തൊട്ടുപുറകിലായി പണിത കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റിയതു മുതലാണ് കെട്ടിടമാരും ശ്രദ്ധിക്കാതെയായത്. ജനലുകളും വാതിലുകളും ചിതലെടുത്ത് നശിച്ചു. ചുമരുകളിലെ പ്ലാസ്റ്റർ പലയിടത്തും അടർന്നു വീണു. ഉത്തരവും പട്ടികയും ചിതലരിച്ചതിനെ തുടർന്ന് പലയിടത്തും ഓടുകളും നിലംപൊത്തി. അടുത്ത മഴക്കാലത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ് വലിയ അപകടത്തിനു പോലും സാധ്യതയുണ്ടെന്നും വടക്കാഞ്ചേരി നഗരത്തിന്റെ പൗരാണികതയും പ്രൗഢിയും വിളിച്ചോതുന്ന 100 വർഷത്തിലധികം പഴക്കമുള്ള പ്രധാന കെട്ടിടം അടിയന്തരമായി കേടുപാടുകൾ പരിഹരിച്ച് സാംസ്കാരിക നിലയമാക്കി മാറ്റണമെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പൊതുപ്രവർത്തകനായ വി അനിരുദ്ധൻ പറഞ്ഞു. പൊതുപ്രവർത്തകരായ CR രാധാകൃഷ്ണൻ, TS തങ്കച്ചൻ തുടങ്ങിയവർ സമരത്തിൽ പങ്കാളികളായി. സുഹൃത്തുക്കളെ, ഈ പുറകിൽ കാണുന്നത് ശ്രീ കേരളവർമ്മ വായനശാല. ഏതാണ്ട് 100-ൽ പരം കൊല്ലങ്ങളുടെ പഴക്കവും ധാരാളം പ്രഗത്ഭമതികൾ വടക്കാഞ്ചേരിയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളതായ ഇതിൻ്റെ സേവനം കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ കെട്ടിടത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ആരും സംരക്ഷിക്കുന്നില്ല, ആരും കാത്തുരക്ഷിക്കുന്നില്ല. ഇതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വശകേടായി കിടക്കുന്നു. ഒരു മഴ കൂടി കഴിഞ്ഞാൽ ഇതെല്ലാം നിലത്ത് വരും. പുറത്തു നിന്ന് ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളവർമ്മ വായനശാലയുടെ കൊടിമരം നിൽക്കുന്നു, അതിന് കെട്ടിടം നിൽക്കുന്നു. ഇത് ഡിലാപിഡേറ്റഡ് സ്റ്റേജിൽ ആയിക്കഴിഞ്ഞാൽ പുറത്തു നിന്ന് വരുന്നവരെന്താ മനസ്സിലാക്കുക? വടക്കാഞ്ചേരി ഇത്തരമാണ് എന്നാണ് മനസ്സിലാക്കുക. വടക്കാഞ്ചേരിയുടെ കണ്ണാണ് പാലസ് റോഡിൽ. അവിടെ ഒരു കെട്ടിടം പഴയ കാലത്തുണ്ടായിരുന്നു, രാജാവ് വന്നിരുന്നു പോകുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് വടക്കാഞ്ചേരിയുടെ ബോയ്സ് സ്കൂള് ഈ സംരക്ഷിത കെട്ടിടമായിരുന്നു. രാജാവ് കൈകാര്യം ചെയ്യേണ്ടുന്ന കെട്ടിടമാണ്. പിന്നെ ഉണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷൻ വാതിക്കലൊരു കെട്ടിടമാണ്, അത് പൊളിച്ചു കളഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നത് കാലങ്ങളോളം ആകെ നശിച്ച് നാറാണക്കല്ല് പറിച്ച് അതും പറിച്ചു കളഞ്ഞു. അവിടെയും വേറെ ഒരു പുതിയ കെട്ടിടം വന്നിരിക്കുന്നു. പിന്നെ സ്കൂളിൻ്റെ ഒരു അരികു മാത്രം നിൽക്കുന്നുണ്ട്. കൂടാതെ വടക്കാഞ്ചേരിയുടെ ഏറ്റവും രാജാക്കന്മാർ കൂടുതൽ സംരക്ഷിക്കുന്ന സ്ഥലമാണെന്ന് തെളിയിക്കുന്നതിന് വടക്കാഞ്ചേരിയിലുള്ള കിണറുകളുടെ റോഡ് സൈഡിലുള്ള കിണറുകളുടെ എണ്ണം എടുത്താൽ മതി. എത്രയോ കിണർ, വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്തിടത്തോളം കിണറാണ് വടക്കാഞ്ചേരിയിലെ റോഡ് സൈഡുകളിൽ കാണപ്പെടുന്നത്. കാരണം അത്ര രാജകുടുംബങ്ങൾ, കൊച്ചി രാജകുടുംബം സംരക്ഷിച്ചിരുന്ന ഒരു സ്ഥലം, അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിൽപ്പെട്ട ഒരു കെട്ടിടമാണിത്. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതെന്തായാലും വടക്കാഞ്ചേരിയുടെ ഒരു നോക്കുകുത്തി എന്നുള്ള അവസ്ഥ മാറ്റിയിട്ട് ഇതൊന്ന് സംരക്ഷിച്ച് കുറച്ച് ഓട് മാറി 1-2 ഉത്തരം മാറി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ, കഴുക്കോല് മാറി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഭംഗിയായിട്ട് നിൽക്കും. ആൾക്കാർ നോക്കിയാൽ കാണുന്നത് ഇതാണ്. ഇതിൻ്റെ ബുക്സൊക്കെ പുറകിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ തന്നെയും ഇതൊരു പ്രധാന കെട്ടിടമായിട്ടാണ് തോന്നുന്നത്. വടക്കാഞ്ചേരിയുടെ പ്രധാന കെട്ടിടത്തിൻ്റെ സ്റ്റേജ് ഇതാണെങ്കിൽ എന്താണ് വടക്കാഞ്ചേരിയുടെ സ്റ്റേജ് എന്നാണ് മനസ്സിലാക്കുക. ആയതുകൊണ്ട് ഈ ഒരു അവസ്ഥ മാറി കിട്ടണം. ഈ കെട്ടിടം ഒന്ന് സംരക്ഷിച്ച് ഇതിന് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് ഏത് അധികാരികളുടെ കീഴിലാണെങ്കിലും ആരുടെ കീഴിലാണെങ്കിലും, ഇത് ലൈബ്രറി കൗൺസിലാണ് ഇതിൻ്റെ ഭരണാധികാരികളെന്നാണ് പറയുന്നത്. ഇത് പുരാവസ്തു വകുപ്പിനകത്ത് ശ്രദ്ധയിലെത്തിയിട്ടുണ്ടാവാം. ആരായാലും ഇത് ഉടനെ ഏറ്റവും വേഗം അടുത്ത മഴയ്ക്ക് മുൻപേ, അടുത്ത മഴ വന്നു കഴിഞ്ഞാൽ ഈ സാധനം ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. പിന്നെ ആരെങ്കിലും കല്ലുപറി കൊണ്ടുപോയിട്ട് ഈ സാധനത്തിൻ്റെ പേര് പോലും ഇവിടെ ഉണ്ടാവില്ല, ഇതിൻ്റെ അവസ്ഥ ഇതിൻ്റെ അസ്ഥിപഞ്ജനം പോലും ഇവിടെ ഉണ്ടാവില്ല. ആയതുകൊണ്ട് ഏറ്റവും വേഗം ഈ കെട്ടിടം നേരെയാക്കുന്നതിനുള്ള നടപടി ബന്ധപ്പെട്ട അധികാരികൾ, ഇവിടുത്തെ ഇതിൻ്റെ കമ്മിറ്റി അധികാരികളായാലും ശരി, ലൈബ്രറി കൗൺസിലായാലും ശരി, ആരായാലും ഇതിൻ്റെ നടപടി ഏറ്റവും വേഗം ഉണ്ടാവണമെന്ന് ഞാൻ ബന്ധപ്പെട്ട എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഈ കെട്ടിടം സംരക്ഷിച്ച് വടക്കാഞ്ചേരിയുടെ ഒരു നോക്കൂത്തി അല്ലാത്ത ഒരു പ്രധാന കെട്ടിടമായി ഇതിൻ്റെ മൗലികത, പൗരാണികത നിലനിർത്തിക്കൊണ്ട് വേണ്ടത് ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ജയ് ഹിന്ദ്.